ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മളുടെ ഇന്നത്തെ യാത്ര NH66 ലേറ്റസ്റ്റ് അപ്ഡേറ്റ് കാണാനാണ്. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് എടപ്പള്ളി സ്റ്റേഷൻ കവല ചേരനല്ലൂർ പിന്നെ കുന്നുംപുറം ഭാഗത്തുള്ള അപ്ഡേറ്റ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം നമ്മുടെ വീട്ടിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്നത് കണ്ടെയ്നർ റോഡാണ്. നമ്മുടെ NH 966A അല്ലെങ്കിൽ 966A. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് നമ്മുടെ ചേരനല്ലൂർ സിഗ്നൽ. അപ്പോൾ പുതിയ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളിതാ കണ്ടെയ്നർ റോഡിൽ നിന്ന് നേരെ നമ്മൾ NH66 റോഡിലോട്ട് ഡൈവേർട്ട് ആവുകയാണ്. ഇതിലൂടെ പോകുമ്പോൾ സൂക്ഷിക്കണം, കാരണം ഒത്തിരി സർവീസ് റോഡ് ഉള്ളതുകൊണ്ട് സൂക്ഷിക്കുക. കാരണം എതിരെയും ഓപ്പോസിറ്റും വണ്ടി വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വളരെ വേഗത കുറച്ച് വേണം ഇതിലൂടെ ട്രാവൽ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ട ആ സർവീസ് റോഡിൽ നേരെ ഇങ്ങനെ വണ്ടി വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് സൂക്ഷിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. പിന്നെ ഇവിടെ ഒത്തിരി ലോറികൾ പാർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കുക. പിന്നെ റോഡിൻ്റെ സൈഡിൽ പൊടി ഉള്ളത് കൊണ്ട് വണ്ടിയുടെ വേഗത മാക്സിമം പയ്യെ പോകണം, കാരണം സ്കിഡാകാൻ ചാൻസ് കൂടുതലാണ്. ആ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഇപ്പം നമുക്ക് സർവീസ് റോഡ് കാണാൻ പറ്റും. പിന്നെ ഇവിടെ നല്ല ആറുവരി പാതയാണ് വരാൻ പോകുന്നത്. നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ മുംബൈയിലേക്ക്, നമ്മുടെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ 66 നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് കുന്നുംപുറം ഭാഗത്തേക്ക് എത്താറുണ്ട്. ഇപ്പം നമ്മളുള്ളത് ചേരനല്ലൂർ ഭാഗത്താണ്. ഇപ്പം നമ്മൾ ഇനി അടുത്ത സ്പോട്ടിൽ നമ്മൾ കുന്നുംപുറം ഭാഗത്തുള്ള അപ്ഡേറ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിതാ കുന്നുംപുറം സിഗ്നൽ അല്ലെങ്കിൽ നമ്മുടെ കുന്നുംപുറം ജംഗ്ഷൻ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നമ്മുടെ കുന്നുംപുറം ഭാഗത്തുള്ളത്. അപ്പോൾ ഇവിടെ ഒരു അണ്ടർപാസ് വരാനുള്ള ചാൻസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഒരു സൈഡ് വരാൻ ചാൻസ് ഉള്ളത് നമ്മുടെ എടപ്പള്ളി ROBന്റെ ആയിരിക്കും. പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എവിടെ നിന്നാണെന്ന് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. ഇപ്പം എനിക്കൊരു ഡൗട്ട് ഉണ്ട്, കാരണം നമ്മുടെ പഴയ എടപ്പള്ളി ROB പൊളിക്കുമോ ഇല്ല എന്നുള്ളത് കണ്ടറിയാം. ചിലപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ എടപ്പള്ളി ലുലുമോളിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ടായിട്ട് ഇവിടെ വന്ന് എൻഡ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ എടപ്പള്ളിയിൽ ഈ ബ്ലോക്ക് എല്ലാം കംപ്ലീറ്റ്ലി തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ചുറ്റിക്കറങ്ങി കാണാം.
ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് എടപ്പള്ളിയിലെ പഴയ ROBയിലൂടെയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നെ നമുക്ക് പുതിയ ROBിൻ്റെ വർക്ക് നടക്കുന്നതും കാണാൻ പറ്റുന്നുണ്ട്. ആക്ച്വലി നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ROB ഇനി പൊളിക്കോ ഇല്ല എന്നുള്ള കണ്ടറിയാം. മിക്കവാറും പൊളിക്കാൻ ചാൻസ് ഉള്ളത്. കാരണം എന്തായാലും ഇപ്പം നമ്മൾ ട്രാവൽ ചെയ്യുന്നത് 2 വഴി പാതയിലൂടെയാണ് കേട്ടോ. അപ്പോൾ ഇത് 6 വഴി പാതയാകുമ്പോഴത്തേക്ക് മിക്കവാറും ഇത് പൊളിക്കാൻ തന്നെയാണ് ചാൻസ് എനിക്ക് തോന്നുന്നത്. യാതൊരു ഐഡിയയും ഇല്ല, ജസ്റ്റ് കണ്ടറിയാൻ പാവില്ല എങ്ങനെയാണെന്നുള്ളത്. എന്തായാലും നമ്മുടെ ഇപ്പം ട്രാവൽ ചെയ്യുന്ന ഈ ROB കംപ്ലീറ്റ് ആണ് ഏകദേശം ഒരു 10-15 കൊല്ലത്തിന് മേലെ എടുത്തായിരുന്നു. എന്തായാലും ഒരു മെഗാ സീരിയൽ ROB ആയിരുന്നു. പക്ഷെ അപ്പുറം വന്ന ROB ടപ്പേന്നും പറഞ്ഞ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ. പക്ഷെ ഇനി നടുക്കത്തൊരു ഗ്യാപ്പും കൂടി ഉണ്ട്. ഏകദേശം ഒരു 80% വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി മറ്റേ നടുക്കത്തെയും പിന്നെ സൈഡ് ഭാഗം കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ROB ഓപ്പൺ ആകുമ്പോഴത്തേക്കും മിക്കവാറും ഇത് പൊളിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്ങനെയെന്ന് നമുക്ക് യാതൊരു ഐഡിയയും ഇല്ല. ജസ്റ്റ് അറിയുന്നവർ ദയവായി കമന്റ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് എടപ്പള്ളി സ്റ്റേഷൻ കവല ഭാഗത്തും എത്തിയിട്ടുണ്ട്. നമ്മുടെ ലുലു മോളിൻ്റെ സൈഡിലുള്ള പിന്നെ നമ്മുടെ പണ്ടത്തെ NH-17 പോകുന്ന റൂട്ടിൻ്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. കണ്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ആകുന്നുണ്ട് നമ്മുടെ ROB. ഇനി ഇത് ജസ്റ്റ് നമ്മുടെ കുന്നുംപുറം ജംഗ്ഷൻ്റെ അപ്പുറം എൻഡ് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇനി നമ്മുടെ പഴയ ROB പൊളിക്കും ഇല്ല എന്നുള്ളത് എനിക്കറിയത്തില്ല. ജസ്റ്റ് അറിയുന്നവർ ഇതുവരെ കമൻറ്റ് ചെയ്യുക. കാരണം ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നുന്നു. എങ്കിലും എൻഡ് പോയിന്റ് വന്ന് നമ്മളുടെ ആ കുന്നുംപുറത്തിൻ്റെ അപ്പുറമാണെങ്കിൽ നമുക്ക് ട്രാഫിക് ബ്ലോക്കിന് നല്ല രീതിയിലുള്ള കുറവുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം നമ്മളെ അണ്ടർ പാസ് ആക്കിയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ ഇല്ലാതെ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുക. യു ടേൺ സിസ്റ്റം വരെയായിട്ട് യാതൊരു ട്രാഫിക് സിഗ്നൽ ഇല്ലാതെ സുഖമായിട്ട് പോകാൻ പറ്റും. പിന്നെ എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. ദയവായി അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.